Hello guys, welcome to our YouTube channel We Teach. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 12 ബയോളജിയുടെ ചാപ്റ്റർ 1 റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ്. സോ ഈ ചാപ്റ്റർ തന്നെ ഞാൻ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിലെ പാർട്ട് 1 നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ചാപ്റ്റർ ആണ് ഇത്. വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യാം. സോ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് അറിഞ്ഞിരിക്കണം. സോ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് റീപ്രൊഡക്ഷൻ എന്നുള്ളത്. So reproduction is a biological process in which an organism gives rise to young ones or offspring similar to itself. അതായത് ഒരു ഓർഗാനിസം അതിനെ പോലെ തന്നെ ഇരിക്കുന്ന അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. So it's a process in which an organism gives rise to young ones which are similar to itself. So എന്താണ് റീപ്രൊഡക്ഷൻ്റെ ആവശ്യകത? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് പ്രോസസ്സാണ്. നമ്മൾ മറ്റ് ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, ഇതൊക്കെ നമ്മൾ ഡെയിലി നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഇല്ലാതെ നമുക്ക് ജീവിതം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല, ജീവൻ നിലനിൽക്കില്ല. എന്നാൽ റീപ്രൊഡക്ഷൻ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു പ്രോസസ്സല്ല. എങ്കിലും റീപ്രൊഡക്ഷൻ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രോസസ്സാണ്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ, ഓരോ സ്പീഷീസും നിലനിർത്താൻ റീപ്രൊഡക്ഷൻ ആവശ്യമാണ്. നമുക്കറിയാം എല്ലാ ഓർഗാനിസത്തിനും മരണമുണ്ട്. മരണമില്ലാത്ത ഓർഗാനിസംസ് ഒന്നുമില്ല. സോ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ആ പീരീഡ് ഓഫ് ടൈം, ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് of an organism is called lifespan. ഒരു ഓർഗാനിസം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ആ കാലയളവിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ഈ കാലയളവിൽ ഒരു ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആദ്യമേ ഉണ്ടായിരുന്ന ഓർഗാനിസംസ് എല്ലാം മരിച്ചു പോവുകയും അതിൻ്റെ പോപ്പുലേഷൻ കുറയുകയും പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ആ ഓർഗാനിസം തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഓർഗാനിസമേ ഭൂമിയിൽ ഉണ്ടാവില്ല. അവിടെയാണ് റീപ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുന്നു, പുതിയ പുതിയ ജനറേഷൻസ്, നെക്സ്റ്റ് ജനറേഷൻസ് ഉണ്ടാവുന്നു. എന്നാൽ ഇമ്മോർട്ടൽ ആയിട്ടുള്ള, നമ്മൾ പറയുകയാണെങ്കിൽ നാച്ചുറൽ ഡെത്ത് ഇല്ലാത്ത ഓർഗാനിസംസും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. എന്ന് വെച്ച് നാച്ചുറൽ ഡെത്ത് ഇല്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ, അല്ലാതെ അതിന് മരണമില്ല എന്നല്ല അതിനർത്ഥം. അത് ഇമ്മോർട്ടൽ ആണ്, അതിൻ്റെ അർത്ഥം അതിന് നാച്ചുറൽ ഡെത്ത് ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് അമീബ. അമീബ നിങ്ങൾക്കറിയാവുന്ന പോലെ, സോ പാരന്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഡോട്ടർ അമീബ ഉണ്ടാവുന്നത്. സോ ആ പാരന്റ് സെല്ല് തന്നെ ഡിവൈഡ് ചെയ്ത് 2 അമീബ ഉണ്ടാവുകയാണ്. സോ രണ്ടും അതിൻ്റെ പ്രോജനീസ് ആണ്, രണ്ടും അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. സോ ഈ 2 ഓർഗാനിസംസും ന്യൂ ആണ്, അതായത് അടുത്ത ജനറേഷനാണ്. അപ്പോൾ പാരന്റ് സെല്ലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരന്റ് സെല്ല് മരിച്ചോ? ഇല്ല. പാരന്റ് സെല്ല് തന്നെ
രണ്ടായി മുറിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളായി മാറുകയാണ്. സോ അപ്പോൾ അവിടെ നമുക്ക് മരണം എന്ന വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡെത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഇമ്മോർട്ടൽ ആണ്, അതിന് നാച്ചുറൽ ഡെത്ത് ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. മറ്റ് എല്ലാ ഓർഗാനിസംസിനും നമ്മൾ ലൈഫ് സ്പാൻ പറയുന്നുണ്ട്. ഇവിടെ തന്നെ ഞാൻ കുറച്ച് ഓർഗാനിസംസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചില ഓർഗാനിസംസിന് 1 day ആയിരിക്കാം, ചില ഓർഗാനിസംസിന് thousands of years ആയിരിക്കും. So it ranges from days to years. ഒരു ഡേ ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്, 2 വീക്ക്, ചിലപ്പോൾ 50 years, ചിലപ്പോൾ thousands of years. സോ മനുഷ്യൻ്റെ കേസ് തന്നെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് 65 years ആണ്. സോ അങ്ങനെ അതിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് വേരിയേഷൻസ് ഉണ്ടാകുന്നത്. എന്താണ് വേരിയേഷൻസ്? അത് ചേഞ്ചസ്. നമ്മൾ പറയുന്നുണ്ട് ഓർഗാനിസംസ് അതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള അടുത്ത ജനറേഷൻസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമെങ്കിലും അതിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ കൂടുതൽ എവിഡൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് കാണുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ്. സോ നമ്മൾ ഹ്യൂമൻ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ പാരന്റിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എക്സാക്ട്ലി സിമിലർ ആയിരിക്കത്തില്ല. ദർ വിൽ ബി സം ചേഞ്ചസ് ഇൻ ദ ഫീച്ചേഴ്സ്. സോ അതങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻസ് വരുമ്പോൾ കൂടുതൽ എവിഡൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും എവിഡൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. നമുക്കറിയാം എവല്യൂഷൻ എന്ന പ്രോസസ്സ് തന്നെ സിമ്പിൾ ഓർഗനൈസേഷനിൽ നിന്നാണ് ഓർഗാനിസംസ് ഇത്രയും കോംപ്ലക്സ് ഓർഗനൈസേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളരെ മൈനർ ആയിട്ടുള്ള വേരിയേഷൻസ് തന്നെ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് കഴിയുമ്പോൾ മേജർ ചേഞ്ചസ് ആയിട്ട് അതൊരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. സോ അതിൽ നിന്ന് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെയാണ് ഈ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ എത്തിയത്. റീപ്രൊഡക്ഷനിൽ നിന്നാണ് വേരിയേഷൻസ് ഉണ്ടാകുന്നത്, വേരിയേഷൻസിൽ നിന്നാണ് എവല്യൂഷൻ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞു. വേരിയേഷൻസ്, എവല്യൂഷൻ, ഈ ടോപ്പിക്കിനെ കുറിച്ചെല്ലാം നമ്മൾ ഈ +2 ബയോളജിയുടെ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റീപ്രൊഡക്ഷനിലേക്ക് പോകാം. അപ്പോൾ റീപ്രൊഡക്ഷനിൽ തന്നെ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? Asexual reproduction എന്ന് വെച്ചാൽ when offspring is produced by a single parent with or without the involvement of gamete formation, the reproduction is asexual. അതായത് ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് ഗാമീറ്റ് ഫോർമേഷൻ ഇല്ലാതെ ഓഫ്സ്പ്രിങ് ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒറ്റ പാരന്റ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ, ഗാമീറ്റ് ഫോർമേഷനും ഇല്ല. ഗാമീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു റീപ്രൊഡക്റ്റീവ് സെൽ, അതിൽ നമ്മൾ സെക്സ് സെൽ എന്ന് വിളിക്കുന്ന ആ സെല്ലിനെയാണ് ഗാമീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പാരന്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഗാമീറ്റ് ഫോർമേഷൻ ഇല്ലാത്ത റീപ്രൊഡക്ഷനെയാണ് നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ when 2 parents of opposite sex
participate in the reproductive process and also involves fusion of male and female gametes is called sexual reproduction. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ 2 പാരൻസ് ഉണ്ട്, അതും ഓപ്പോസിറ്റ് സെക്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സിലുള്ള പാരൻസ് ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സിൻ്റെ ഫ്യൂഷനും അവിടെ നടക്കുന്നുണ്ട്. സോ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് വന്ന് ഫ്യൂസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ് അതിനെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. മെയിനായിട്ടും അസെക്ഷുവലിൽ സിംഗിൾ പാരൻ്റേ ഉള്ളൂ, ഗാമീറ്റ് ഫോർമേഷൻ ഇല്ല. അതേസമയം സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻസ് ഉണ്ട് of opposite sex and there is a fusion of male and female gametes. Asexual reproduction എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരന്റ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൽ ഗാമീറ്റ് ഫോർമേഷൻ ഇല്ല, there is no formation of gametes. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മറ്റൊരു പെക്യൂലിയർ ഫീച്ചറാണ് ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ആർ എക്സാക്ട് കോപ്പീസ് ഓഫ് ദെയർ പാരൻറ്റ്. അതായത് പാരൻസിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് ആയിരിക്കും ഉണ്ടാകുക, എക്സാക്ട് കോപ്പീസ്. അങ്ങനെയുള്ള ഓഫ് സ്പ്രിങ്സിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്നത്. സോ ക്ലോൺസ് ആർ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാരന്റ് സെല്ലിൽ നിന്നും ഉണ്ടാകുന്ന ഐഡന്റിക്കൽ കോപ്പീസിനെ നമ്മൾ എന്ത് പറയും? ക്ലോൺസ് എന്ന് പറയും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സാധാരണ കാണുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്, പ്ലാന്റ്സ്, പിന്നെ സിമ്പിൾ ഓർഗനൈസേഷനുള്ള അനിമൽസ്, ഇവയിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്, പല രീതിയിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സെൽ ഡിവിഷൻ, അതുപോലെ തന്നെ ബഡ്ഡിങ്, സ്പോർ ഫോർമേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ഇത്രയും ടൈപ്സാണ് നമ്മൾ സാധാരണ കാണുന്നത്. സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 അതിൽ കൂടുതലോ സെല്ലുകളായിട്ട് മാറുന്നു. സാധാരണ സെൽ ഡിവിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോട്ടിസ്റ്റ, മൊനീറ ആ വിഭാഗത്തിൽപ്പെടുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ ബൈനറി ഫിഷൻ എന്ന് പറയും. അപ്പോൾ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എ സെൽ ഡിവൈഡ്സ് ഇൻറ്റു 2 halves ആൻഡ് റാപ്പിഡ്ലി ഗ്രോസ് ഇൻറ്റു ആൻ അഡൽട്ട്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2ആയി മാറിയിട്ട് അത് വളർന്ന് ഒരു പുതിയ അഡൽട്ടായിട്ട് മാറുന്നു. അതാണ് ബൈനറി ഫിഷൻ. അതിന് എക്സാമ്പിൾ അമീബ, പാരമീസിയ. അതേസമയം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സെൽസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയും. അതാണ് സെൽ ഡിവിഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ബഡ്ഡിങ്. ബഡ്ഡിങ്ങിൽ ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ and small buds are produced that remain attached initially to the parent cell which gets separated on maturation. അപ്പോൾ ബഡ്ഡിങ്ങിൽ ഡിവിഷൻ, പാരന്റ് സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ അൺഈക്വൽ ആയിരിക്കും. എന്നിട്ട് സ്മോൾ ബഡ്സ് ഈ പാരന്റ് സെല്ലിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഉണ്ടാവും. ആ ബഡ്സ് മെച്ചുർ ആകുന്നത് വരെ പാരന്റ് സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കും. അതിനുശേഷം അത് സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു അഡൾട്ടായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. സോ ബഡ്ഡിങ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്
ഈസ്റ്റ് ആണ്. ഈസ്റ്റ്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ ആണ്. സ്പോർ ഫോർമേഷൻ. ഇപ്പോൾ പാരന്റ് ഓർഗാനിസത്തിനകത്ത് സ്പോർസ് ഉണ്ടാകുന്നു. ആ സ്പോർസ് സ്പ്രെഡായി ഏതെങ്കിലും ഒരു സർഫസിലേക്ക് വീണിട്ട് അവിടെ നിന്ന് അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈപ്സ് എല്ലാം നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒറ്റ പാരന്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ വേറെ ഗാമീറ്റിന്റെ ഫോർമേഷൻ ഒന്നും ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്പോർ ഫോർമേഷനിൽ പാരന്റ് ഓർഗാനിസത്തിൽ നിന്ന് സ്പോർസ് ഉണ്ടായി അത് സ്പ്രെഡായി മറ്റൊരു സർഫസിലേക്ക് വീണ് അതൊരു പുതിയ ഓർഗാനിസമായിട്ട് ജെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൂസ്പോർസ്, കൊനീഡിയ. സൂസ്പോർസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആണ്. സൂസ്പോർസിന് ഫ്ലജല്ലയുണ്ട്, അതുകൊണ്ട് തന്നെ അത് മോട്ടൈലാണ്. അതിന് എക്സാമ്പിൾ സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഫഞ്ചൈ, ആൽഗയൊക്കെയാണ്. അതേസമയം കൊനീഡിയ എന്ന് പറയുന്നത് നോൺ മോട്ടൈലാണ്, അതിന് ഫ്ലജല്ലയില്ല. കൊനീഡിയ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ് പെൻസിലിയം. അപ്പൊ അതാണ് സ്പോർ ഫോർമേഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷനും ഒരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ദ ഹോൾ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഫ്രം എ സ്മോൾ ഫ്രാഗ്മെന്റ്. അപ്പോൾ ഒരു പാരന്റ് ഓർഗാനിസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്മോൾ ഫ്രാഗ്മെന്റ് ആ പാരന്റ് സെല്ലിന്റെ ആ പാരന്റ് ഓർഗാനിസത്തിന്റെ തന്നെ ഒരു ചെറിയ ഫ്രാഗ്മെന്റിൽ നിന്ന് പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്ര, സ്പോഞ്ചസ് ഒക്കെ. അപ്പൊ ഹൈഡ്രയിൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ പോലെ ഹൈഡ്ര ആ പാരന്റ് ഹൈഡ്രയിൽ നിന്ന് ഒരു ചെറിയ ഫ്രാഗ്മെന്റ്, അതായത് അത് ചെറിയ ഫ്രാഗ്മെന്റ് തന്നെ ബഡായിട്ട് മാറും. ആ ബഡാണ് പിന്നെ പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറുന്നത്. അപ്പോൾ ഹൈഡ്രയിൽ ബഡ്സ് ഉണ്ടാവുന്നത് പുറത്താണ്, ഇത് ഹൈഡ്രയുടെ പുറത്ത്. അതേസമയം സ്പോഞ്ചസിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ടാണ്, ഇന്റേണൽ ബഡ്സ് ആയിട്ടാണ്. അതായത് പാരന്റ് സ്പോഞ്ചസിന്റെ ഉള്ളിലായിട്ടാണ് ബഡ്സ് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ ജെമ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ജെമ്യൂൾസ് എന്ന് പറയുന്നതും ബഡ്സ് തന്നെയാണ്, പക്ഷെ ഇന്റേണൽ ബഡ്സ് ആണ്. അതിനെയാണ് നമ്മൾ ജെമ്യൂൾസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്പോഞ്ചസ്, ഫ്രഷ് വാട്ടർ സ്പോഞ്ചസിൽ ഏത് ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ ആണ്. അതിൽ തന്നെ ജെമ്യൂൾസ് എന്നുള്ള ഇന്റേണൽ ബഡ്സ് വഴിയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രയില് ബഡ്സ് ആണ്, പെൻസിലിയത്തിലാണെങ്കിൽ കൊനീഡിയയാണ്, ഫഞ്ചയിലും ആൽഗയിലും സൂസ്പോസ് ആണ്, ഈസ്റ്റില് ബഡ്ഡിങ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ ബൈനറി ഫിഷൻ എന്താണ്. അപ്പൊ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഇവിടെ നോക്കിയത്. മെയിനായിട്ട് അതിനെ നമ്മൾ സെൽ ഡിവിഷൻ, ബഡ്ഡിങ്, സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇപ്പം നോക്കാം, നിങ്ങൾക്ക് ബൈനറി ഫിഷൻ, നമ്മൾ സെൽ ഡിവിഷനിൽ പറഞ്ഞ ബൈനറി ഫിഷൻ, ഒറ്റ സെല്ല്, അതായത് ഇതാണ് പാരന്റ് സെല്ല്. ആ പാരന്റ് സെല്ലിൽ നിന്ന് ഇതിൻ്റെ ന്യൂക്ലിയസും ആ സെല്ലും ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറുന്നു. അതാണ് ബൈനറി ഫിഷൻ. ഒരു സെല്ലിൽ നിന്ന് തന്നെ രണ്ട് സെൽസ് ഉണ്ടായി, സെൽ ഡിവിഷൻ വഴി. അതാണ് ബൈനറി ഫിഷൻ. അതേസമയം ബഡ്ഡിങ് നോക്കുക, ബഡ്ഡിങ്ങിൽ പാരന്റ് സെൽ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ്, പാരന്റ് സെല്ല് അതിലൊരു ബഡ് ഉണ്ടാവുന്നു, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയ ബഡ് ഉണ്ടാകുന്നു. ആ ബഡ് മെച്ചുർ ചെയ്തതിന് ശേഷം അത് ഈ പാരന്റ് സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് പുതിയൊരു ഈസ്റ്റായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിച്ച ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ ആണ്. നമ്മൾ രണ്ട് ടൈപ്പ് സ്പോർസ് പഠിച്ചു, സൂസ്പോർസ് ആൻഡ് കൊനീഡിയ. അപ്പോൾ സൂസ്പോർസ് എന്ന് പറയുന്നത് ഇത് ക്ലാമിഡോമോണസിൻ്റെ ആണ്.
ക്ലാമിഡോമോണസിൽ സൂസ്പോസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂസ്പോസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിന് ഫ്ലജല്ലയുണ്ട്, അതുകൊണ്ട് തന്നെ അത് മോട്ടൈലാണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂസ്പോസ് എല്ലാം ഒരു കവറിങ്ങിനുള്ളിലാണ് ഇരിക്കുന്നത്. ഈ കവറിങ്ങിനെ നമ്മൾ സ്പൊറാഞ്ചിയം എന്ന് പറയും. അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിനകത്താണ് ഈ സൂസ്പോസ് ഉണ്ടാകുന്നത്. പിന്നെ അത് പൊട്ടിയിട്ടാണ് ഈ സൂസ്പോസ് പുറത്തു വരുന്നത്. അപ്പോൾ ആ കവറിങ്ങിനെ നമ്മൾ സ്പൊറാഞ്ചിയം എന്ന് പറയും. ഇതൊക്കെയാണ് സൂസ്പോസിന്റെ പ്രത്യേകത. അതേസമയം കൊനീഡിയ എന്ന് പറയുന്നത് നോക്കുക, പെൻസിലിയമാണിത്. പെൻസിലിയത്തിലാണ് കൊനീഡിയ ഫോം ചെയ്യുന്നത്. കൊനീഡിയയ്ക്ക് ഫ്ലജല്ല ഇല്ല, ഇറ്റ്സ് എ നോൺ മോട്ടൈൽ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ അതിന് സ്പൊറാഞ്ചിയ ഒന്നുമില്ല, പുറത്താണ്, ഓർഗാനിസത്തിൻ്റെ പുറത്താണ് കൊനീഡിയ ഫോം ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സർഫസിൽ വീണ് പുതിയ പെൻസിലിയംസ് ഉണ്ടാവും. അപ്പോൾ അതാണ് സ്പോർ ഫോർമേഷൻ, സൂസ്പോസ് ആൻഡ് കൊനീഡിയ. അടുത്ത നമ്മൾ നോക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷനിൽ നമ്മൾ പഠിച്ച 2 എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രയും സ്പോഞ്ചസുമാണ്. അപ്പോൾ ഇതാണ് ഹൈഡ്ര. ഹൈഡ്രയിൽ അതിൻ്റെ തന്നെ ഒരു ചെറിയ ഫ്രാഗ്മെന്റ് ബഡ് പോലെ ഫോം ചെയ്തിട്ട് ഈ ബഡിന് സെപ്പറേറ്റ് ആയിട്ട് പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറും. അതേസമയം ഇത്തരത്തിലുള്ള ബഡ് തന്നെ ആ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ജെമ്യൂൾസ് എന്ന് പറയും. സോ ഇന്റേണൽ ബഡ്സ് ആർ കാൾഡ് ജെമ്യൂൾസ്. ഓക്കെ, അപ്പം ഇത് സാധാരണ ഇത്തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തു വച്ചേക്കുക. ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചു. അത് തന്നെ സെൽ ഡിവിഷൻ, ബഡ്ഡിങ്, സ്പോർ ഫോർമേഷൻ, ഫ്രാഗ്മെന്റേഷൻ പഠിച്ചു. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. സെൽ ഡിവിഷനിൽ തന്നെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ബൈനറി ഫിഷൻ ആയിരുന്നു. അപ്പോൾ ബൈനറി ഫിഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈനറി ഫിഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷേ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 ടൈപ്സ് ആണ് മെയിൻലി ഉള്ളത്: ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ, ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ, ഇറഗുലർ ബൈനറി ഫിഷൻ. അപ്പോൾ ട്രാൻസ്വേഴ്സ് അല്ല ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂഗ്ലീന, ഇത് യൂഗ്ലീനയാണ്. യൂഗ്ലീനയുടെ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂഗ്ലീനയാണ്. അടുത്ത ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ ഇത് പാരമീസിയാണ്. പാരമീസിയത്തിൻ്റെ ഈക്വൽ എക്സാക്ട്ലി ആ നടുക്ക് വെച്ച്, ഈക്വൽ ആയിട്ടുള്ള സെൽ ഡിവിഷൻ ആയിരിക്കും, എക്സാക്ട്ലി നടുക്ക് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇത് നമ്മൾ നെടുകെ കുറുകെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വ്യത്യാസം. ലോഞ്ചിറ്റ്യൂഡിനലി, ട്രാൻസ്വേഴ്സ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സാമ്പിൾ യൂഗ്ലീനയാണ്, ട്രാൻസ്വേഴ്സിന് എക്സാമ്പിൾ പാരമീസിയാണ്, പാരമീസിയം. ഇനി മറ്റൊരു ടൈപ്പ് ഉള്ളത് ഇറഗുലർ ബൈനറി ഫിഷൻ. ഇറഗുലർ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് ഇറഗുലറായിട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറും. അതിന് എക്സാമ്പിൾ അമീബയാണ്. നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷൻ 2 ടൈപ്പാണുള്ളത്: അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് നത്തിങ് ബട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഇപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ കാരണം പ്ലാന്റ്സിലുള്ള വെജിറ്റേറ്റീവ് പാർട്ട് തന്നെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് കാരണമാകുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് ആവാം, സ്റ്റെം ആവാം, ലീവ്സ് ആവാം. അപ്പോൾ ആ പാർട്ട്, വെജിറ്റേറ്റീവ് പാർട്ട് മോഡിഫൈ ചെയ്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ റൂട്ട്, ടപ്പിയോക്ക, ഡാലിയ ഇങ്ങനത്തെ ചെടികൾ നമ്മൾ റൂട്ട്സ് ആണ് പുതിയ ചെടി ഉണ്ടാവാനായിട്ട് നട്ടുവെക്കുക. അതേസമയം ചില പ്ലാന്റ്സിൽ സ്റ്റെം ആയിരിക്കും. ഇപ്പോൾ റോസസ്,
അതുപോലെ തന്നെ സ്റ്റെം മോഡിഫൈ ചെയ്ത് പല സ്ട്രക്ചേഴ്സും ആകാറുണ്ട്. ട്യൂബേഴ്സ്, ബൾബ്സ്, റൈസോംസ്, കോംസ്, സക്കേഴ്സ്, റണ്ണേഴ്സ്, സ്റ്റോളൻസ്, ഓഫ്സെറ്റ്സ്. അപ്പം അതിൽ നിന്നും അങ്ങനെ സ്റ്റെം മോഡിഫൈ ചെയ്ത സ്ട്രക്ചറിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്ന ചെടികളും ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫ് മോഡിഫിക്കേഷൻ വഴി ഉണ്ടാകുന്ന പുതിയ പ്ലാന്റ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ബ്രയോഫിലം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തേക്കുക. അതുപോലെ തന്നെ ബൾബിൽസ് ഉണ്ട്. ബൾബിൽസിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗേവ് ആണ്. അങ്ങനെ ഓരോ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. അത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് ബൈ സ്ട്രക്ചേഴ്സ് ലൈക്ക് റണ്ണേഴ്സ്, സ്റ്റോളൻസ്, സക്കേഴ്സ്, റൈസോംസ്, ട്യൂബർ, ഓഫ്സെറ്റ് ആൻഡ് ബൾബ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പൊ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. അത് റണ്ണർ ആയാലും സ്റ്റോളൻ ആയാലും ഇപ്പൊ സ്റ്റെമ്മിൽ നിന്നുണ്ടായിരുന്ന മോഡിഫിക്കേഷൻസ്, അത് തന്നെ ആ മോഡിഫിക്കേഷൻ തന്നെ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് വാട്ടർ ഹയാസിന്ത്. സോ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഈ ചെടി ഇതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, അതായത് ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഇത് സ്റ്റാൻഡിങ് വാട്ടർ ബോഡിയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തിയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പൊ ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാൻ കാരണം ഈ ചെടി വാട്ടറിലുള്ള, ഇപ്പൊ ഒരു കുളമാണെന്ന് വിചാരിക്കുക, ആ കുളത്തിലുള്ള മുഴുവൻ ഓക്സിജനെയും ഈ ചെടി വലിച്ചെടുക്കും. ഇത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി വളരെ ഫാസ്റ്റായിട്ട് ഒത്തിരി ചെടികളായിട്ട് മാറുകയും ആ കുളം മുഴുവൻ പെട്ടെന്ന് അങ്ങ് ഫില്ലാവുകയും ചെയ്യും. എന്നിട്ട് ഇതിലെ ഈ കുളത്തിലെ ഓക്സിജൻ മുഴുവൻ എന്ത് ചെയ്യും? ഈ ചെടി വലിച്ചെടുക്കും. വലിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള ഫിഷസിന് വാട്ടർ കിട്ടാതെ ആവുകയും ഫിഷസ് ചത്തുപോവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നത്. സോ പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്റ്റെം മോഡിഫിക്കേഷൻസ്, ഇപ്പോൾ പൊട്ടറ്റോയിൽ നോക്കുകയാണെങ്കിൽ പൊട്ടറ്റോയിൽ നമുക്ക് ഇതുപോലത്തെ ഐസ് കാണാൻ പറ്റും പൊട്ടറ്റോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ഐസാണ് അതിന്ന് ബഡ്സ് വന്നിട്ട് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പൊട്ടറ്റോ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ അപ്പോൾ പൊട്ടറ്റോയിൽ ബഡ്സ് ആണ്, ഐസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അതേപോലെ ജിഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോഡ്സ് ഉണ്ട്. അതിൽ ബഡ്സ് ഉണ്ടായിട്ട് നമ്മൾ കുറച്ച് ദിവസം ജിഞ്ചർ ഇങ്ങനെ വച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിന്ന് പ്രൊപ്പഗ്യൂൾസ് ഉണ്ടാവുന്നത്. അതെന്നിട്ട് നമ്മളെടുത്ത് നട്ടു കഴിഞ്ഞാൽ അത് മുളയ്ക്കും. അപ്പം അതിനെ നമ്മൾ ബഡ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ബനാന റൈസോമാണ് അതിൽ. ഇത് ബ്രയോഫിലമാണ്. ബ്രയോഫിലത്തിൽ ലീഫ് ആണ് മോഡിഫൈ ചെയ്യുന്നത്. സോ ലീഫിനകത്ത് അഡ്വൻറ്റീഷ്യസ് ബഡ്സ് വന്നിട്ട് അതാണ് എന്തായിട്ട് മാറുന്നത്? പുതിയ ചെടിയായിട്ട് മാറുന്നത്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന ചെടി. അതിലെ സ്റ്റെം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മോഡിഫൈ ചെയ്തിട്ടാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്സെറ്റിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. അപ്പം അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ എക്സാമ്പിൾസ് പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്, എന്തൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് എന്നുള്ളതും നോട്ട് ചെയ്യണം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരൻസിൽ നിന്നും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടായിട്ട് അത് ഫ്യൂസ് ചെയ്ത്
പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. So the formation of male and female gametes either by the same individual or by different individuals of the opposite sex. ഓപ്പോസിറ്റ് സെക്സിലുള്ള ഇൻഡിവിജ്വൽസിൽ നിന്നാണ് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് സെയിം ഇൻഡിവിജ്വൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽസിൽ നിന്നായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുന്നത്. എന്തായാലും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. സോ ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. സോ ഇത് ഹ്യൂമൻസിലാണ്. ഹ്യൂമൻസിൽ ഒരു മെയിൽ പാർട്ട്ണറും ഉണ്ടായിരിക്കും, ഒരു ഫീമെയിൽ പാർട്ട്ണറും ഉണ്ടായിരിക്കും. അപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് സെൽ അല്ലെങ്കിൽ സെക്സ് സെല്ലിനെയാണ് നമ്മൾ ഗാമീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റിനെയാണ് നമ്മൾ സെക്സ് സെല്ലിനെയാണ് സ്പേം എന്ന് വിളിക്കുന്നത്. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് സെല്ലാണ് എഗ്. അപ്പൊ ഈ എഗ്ഗും സ്പേമും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്തായി മാറും? സൈഗോട്ടായിട്ട് മാറും. ഈ സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് മാറിയിട്ട് വളർന്ന് പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്. സോ അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന ഈവൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത് വരുന്ന ഭാഗങ്ങളിൽ പഠിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, എഗ് ആൻഡ് സ്പേം ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നത്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ബേസിക് ക്യാരക്ടർ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ലോ പ്രോസസ്സാണ്. അത് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബഡ് ഉണ്ടായി പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവും. അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമീറ്റ്സ് ഉണ്ടായി അത് ഫ്യൂസ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറണം. ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് ആൻഡ് സ്ലോ പ്രോസസ്. അത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ക്യാരക്ടറാണ്, പാരൻസിൻ്റെ ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല ഓഫ് സ്പ്രിങ്. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെ പാരൻസിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിരിക്കും അതിൻ്റെ ഓഫ് സ്പ്രിങ്സ് എന്നുള്ളതാണ്. അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പാരൻസിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിരിക്കില്ല ഓഫ് സ്പ്രിങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചേക്കുക. ഓഫ് സ്പ്രിങ്സ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു ദ പാരൻസ്. അത് നമുക്ക് നമ്മളെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാരൻസിൻ്റെ എക്സാക്ട് കോപ്പീസ് അല്ല നമ്മൾ. അതാണ് സെക്ഷലി റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പുതിയ ഇൻഡിവിജ്വൽസിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിന് അവരുടെ ലൈഫ് 3 ഫേസസ് ഉണ്ടാവും. ജുവനൈൽ ഫേസ്, ആനിമൽസിലാണെങ്കിൽ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്, അതാണ് ഫസ്റ്റ് ഫേസ്. അത് കഴിഞ്ഞിട്ട് റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് സെനിസെന്റ് ഫേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജുവനൈൽ ഫേസ്, ആനിമൽസിലാണെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഏതൊരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിനും അതിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു വളർച്ചയുടെ ആ ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീപ്രൊഡക്ഷന് തയ്യാറാവും. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആവുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആകുന്ന ആ ടൈമിനെ നമ്മൾ എന്ത് പറയും? റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയും. സോ ആ റീപ്രൊഡക്റ്റീവ് ഫേസും ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ സെനിസെന്റ് ഫേസിലേക്ക് കിടക്കും. സെനിസെന്റ് ഫേസിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാതാവും, അല്ലെങ്കിൽ കുറഞ്ഞ് ഇല്ലാതാവും. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോഴാണ് നമ്മൾ സെനിസെന്റ് ഫേസിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൽ 3 ഫേസസ് ഉണ്ടായിരിക്കും: ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസെന്റ് ഫേസ്. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് ആണ് മോണോകാർപ്പിക് ആൻഡ് പോളികാർപ്പിക്. മോണോകാർപ്പിക് എന്ന് പറയുമ്പോൾ ചില ഓർഗാനിസംസ്, അതായത് ഇപ്പം എക്സാമ്പിളൊക്കെ ആണെങ്കിൽ ചില പ്ലാന്റ്സ്, അതായത് എല്ലാ റിസോഴ്സസും ഒറ്റ ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒറ്റ പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്ത് നശിച്ചു പോകും.
അതിനെയാണ് നമ്മൾ മോണോകാർപ്പിക് എന്ന് പറയുന്നത്. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ മോണോകാർപ്പിക് എന്ന് പറയുന്നത്. അത് പ്ലാന്റ്സ് ഉണ്ടാകുന്നു, അത് അതിൻ്റെ ഫുൾ റിസോഴ്സസും ഒറ്റ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം പൂക്കുന്നു, നശിച്ചു പോകുന്നു. പൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഉണ്ടാകാനായിട്ടായിരിക്കും. അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അതിന് എക്സാമ്പിളാണ് നമ്മൾ ബാംബുവും നമ്മൾ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ചെടിയും, സ്ട്രാബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന ചെടിയും ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ബാംബു സ്പീഷീസ് നോക്കുകയാണെങ്കിൽ 50 to 100 years ആയിരിക്കും ഇത് ജീവിക്കുക. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം ഒരു എപ്പിസോഡ് മാത്രമേ അതിൻ്റെ റീപ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. only 1 episode ഓഫ് റീപ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് ആ ചെടി നശിച്ചു പോകും. പക്ഷെ ആ ഒറ്റ പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോജനീസിനെ അതുണ്ടാക്കും, പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പാരന്റ് ചെടി നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് നീലക്കുറിഞ്ഞി. നമ്മൾ കേട്ടിട്ടുണ്ട് 12 വർഷത്തിലൊരിക്കലാണ് അത് പൂക്കുന്നത്. അത് കഴിഞ്ഞ് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മുഴുവൻ നശിച്ചു പോകും. അപ്പൊ അത് അങ്ങനത്തെ ചെടികളെയാണ് നമ്മൾ മോണോകാർപ്പിക് എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോളികാർപ്പിക്. പോളികാർപ്പിക് എന്ന് പറയുമ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോൾ പല പ്രാവശ്യം അത് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ മാങ്ങ ഒക്കെ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, മാവ് പല പ്രാവശ്യം അത് പൂക്കും, കായ്ക്കും. അതേസമയം മോണോകാർപ്പിക് ചെടികൾ ഒറ്റ എപ്പിസോഡ് മാത്രമാണ് അവയ്ക്ക് റീപ്രൊഡക്ഷൻ ഉള്ളത്. നമ്മൾ മോണോകാർപ്പിക് എന്താണ്, പോളികാർപ്പിക് എന്താണെന്നൊക്കെ നോക്കി. ഇനി നമ്മൾ പറയുന്നത് പ്ലാസന്റൽ മാമൽസിലെ ഫീമെയിൽസിൽ ചില സൈക്ലിക് ചേഞ്ചസ് നടക്കും. അവരുടെ ഓവറീസിലായാലും ആക്സസറി ഡക്ട്സിലായാലും ഹോർമോൺസിൻ്റെ അളവിലായാലും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഫീമെയിൽസിൽ ചില സമയത്ത് ഹോർമോൺസിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചില ഹോർമോൺസ് സെക്സ് ഹോർമോൺസിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. സോ അതൊക്കെ ഒരു സൈക്ലിക് ഈവൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ സൈക്കിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈസ്റ്റർ സൈക്കിൾ എന്നും മെൻസ്ട്രൽ സൈക്കിൾ എന്നും. ഈസ്റ്റർ സൈക്കിൾ നടക്കുന്നത് നോൺ പ്രൈമേറ്റ് ആനിമൽസിലാണ്. നോൺ പ്രൈമേറ്റ് മാമൽസിന്റെ എക്സാമ്പിൾ ആണ് കൗ, ഷീപ്പ്, റാറ്റ്, ഡിയേഴ്സ്, ഡോഗ്സ്, ടൈഗേഴ്സ് എക്സെട്ര. അപ്പം അതാണ് ഈസ്റ്റർ സൈക്കിളിന്റെ ആനിമൽസിന്റെ എക്സാമ്പിൾ. ഈസ്റ്റർ സൈക്കിൾ നടക്കുന്നത് നോൺ പ്രൈമേറ്റ് മാമൽസിലാണ്. അതേസമയം മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത് പ്രൈമേറ്റ്സിലാണ്. പ്രൈമേറ്റ്സിന് എക്സാമ്പിൾ മങ്കീസ്, ഏപ്സ് ആൻഡ് ഹ്യൂമൻസ്. എന്താണ് ഈ ഈസ്റ്റർ സൈക്കിളും മെൻസ്ട്രൽ സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മെൻസ്ട്രൽ സൈക്കിളിൽ ഇപ്പോൾ ഒരു എഗ്ഗ് ഉണ്ടാവും, ഓരോ മാസവും ഒരു എഗ്ഗ് ഉണ്ടാവും. നമ്മൾ കൺസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്പേമുമായിട്ട് എഗ്ഗ് ഫ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എഗ്ഗ് എന്ത് ചെയ്യും? ആ മാസം നമ്മൾ ഷെഡ് ചെയ്യും. ആ ഷെഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സൈക്ലിംഗ്, നമുക്ക് എല്ലാ മാസവും ആ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് ഫ്യൂസ് ചെയ്തിട്ടില്ല, കൺസെപ്ഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എൻഡോമെട്രിയം നമ്മൾ ഷെഡ് ചെയ്യും. ആ പ്രോസസ്സിലാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ പ്രത്യേകത. അതേസമയം ഈസ്റ്റർ സൈക്കിളിൽ ആ ഒരു പെർട്ടിക്കുലർ സൈക്കിളിൽ കൺസീവ് ചെയ്തിട്ടില്ല എങ്കിലും എൻഡോമെട്രിയത്തിനെ അത് ഷെഡ് ചെയ്തില്ല, കളയില്ല. അതാണ് ഈസ്റ്റർ സൈക്കിളും മെൻസ്ട്രൽ സൈക്കിളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഈസ്റ്റർ സൈക്കിൾ റീസോപ്സ്, അതായത് അത് പിടിച്ചു വെച്ചേക്കും, ഷെഡ് ചെയ്യത്തില്ല. റീസോപ്സ് ദ എൻഡോമെട്രിയം ഇഫ് കൺസെപ്ഷൻ ഡസ് നോട്ട് ഒക്കർ ഡ്യൂറിങ് ദാറ്റ് സൈക്കിൾ. ആ സൈക്കിളിൽ കൺസെപ്ഷൻ നടന്നില്ല എങ്കിലും എൻഡോമെട്രിയത്തിനെ റീസോബ് ചെയ്ത് വെച്ചേക്കും ഈസ്റ്റർ സൈക്കിളിലെ ആനിമൽസ്. എന്നാൽ മെൻസ്ട്രൽ സൈക്കിളിലെ ആനിമൽസ് ഷെഡ് ദ എൻഡോമെട്രിയം ത്രൂ മെൻസ്ട്രേഷൻ. മറ്റൊരു ഡിഫറൻസ് സെക്ഷുവൽ ആക്ടിവിറ്റിയിലാണ്. അപ്പൊ ഈസ്റ്റർ സൈക്കിളിലുള്ള മാമൽസ്, അത് അവരുടെ ഫീമെയിൽസ് ആ ഈസ്ട്രസ് ഫേസിലുള്ളപ്പോൾ മാത്രമായിരിക്കും ആക്റ്റീവ്. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഹ്യൂമനിൽ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന ആ ഒരു പീരീഡിൽ മാത്രമാണോ സെക്ഷുവലി ആക്റ്റീവ് ഫീമെയിൽസ്? അല്ല. ത്രൂ ഔട്ട് നമ്മൾ എപ്പോഴും സെക്ഷുവലി ആക്റ്റീവ് ആയിരിക്കും.
അതേസമയം അതാണ് മെൻസ്ട്രുവൽ സൈക്കിളും ഈസ്ട്രസ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം സെക്ഷൽ ആക്ടിവിറ്റിയിൽ. അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഈസ്ട്രസ് സൈക്കിളിലുള്ള ഫീമെയിൽ മാമൽസ് ആ ഒരു ഈസ്ട്രസ് ഫേസ്, ആ സൈക്കിളിൻ്റെ ഈസ്ട്രസ് ഫേസിൽ മാത്രമാണ് സെക്ഷുവലി ആക്റ്റീവ് ആയിരിക്കുക. അതേസമയം മെൻസ്ട്രുവൽ സൈക്കിളിലെ ഫീമെയിൽസ് ആർ സെക്ഷുവലി ആക്റ്റീവ് അറ്റ് എനി ടൈം ഇൻ ദ സൈക്കിൾ. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ദേ ആർ ഈവൻ വെൻ ദേ ആർ നോട്ട് അബൌട്ട് ടു ഓവുലേറ്റ്. അതാണ് ഈസ്ട്രസ് സൈക്കിളും മെൻസ്ട്രുവൽ സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എന്താണ് ഈസ്ട്രസ് സൈക്കിൾ, എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സീസണൽ ബ്രീഡേഴ്സ്, എന്താണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. വളരെ സിമ്പിളാണ്. സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുമ്പം ഒരു ഫേവറബിൾ സീസണിൽ മാത്രം, അതൊരു റീപ്രൊഡക്റ്റീവ് ഫേസിലെ ഒരു ഫേവറബിൾ സീസണിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മാമൽസ് ആണ് സീസണൽ ബ്രീഡേഴ്സ്. അതേസമയം റീപ്രൊഡക്റ്റീവ് ഫേസിലെ എപ്പോൾ വേണമെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കുന്ന മാമൽസ് ആണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പൊ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹ്യൂമൻ തന്നെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഏത് ഏജിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം, റീപ്രൊഡക്റ്റീവ്ലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അതേസമയം സീസണൽ ബ്രീഡേഴ്സ് ആണെങ്കിൽ ആ റീപ്രൊഡക്റ്റീവ് ഫേസിലെ ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. അതിനെയാണ് നമ്മൾ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം. സോ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി ഇനി ഈവൻസ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എവ്രിവൺ, ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു എവ്രിവൺ.